മെസ്സിയുടെ ഗോൾഡൻ ബൂട്ട് മാത്രമല്ല, നമ്മൾ ബാലൻഡോർ കണ്ടു. ഉണ്ട്. ഇവിടെ അടുക്കി തിരിച്ചടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടോട്ടലി ഒരു ഡിഫറൻറ്റ് സ്ഥലത്താണ് അല്ലേ? ഞങ്ങളൊരു മാച്ച് കാണാൻ വന്നേക്കാണ്. യെസ്, അങ്ങനെ FC ബാഴ്സലോണ ഇംഗ്ലണ്ടിൽ ബർമിംഗ്ഹാമിൽ കളിക്കാൻ വന്നിരിക്കും. അപ്പോൾ ഞങ്ങളത് കാണാൻ വന്നിരിക്കുന്നത്. യെസ്, വെരി എക്സൈറ്റഡ്. ഞങ്ങൾ ഇച്ചിരി ലേറ്റായി, കയറാൻ ടൈമായി, ക്യൂ ഒക്കെ അത്യാവശ്യം ബിൽഡപ്പ് ആവുന്നുണ്ട്. പിന്നെ അതോട്ട് നിന്നിട്ടുള്ള കാഴ്ചകൾ കാണിക്കാം. നമ്മുടെ കൂടെ വേറൊരു ഹാർഡ് കോർ ബാഴ്സലോണ ഫാനും കൂടി ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് 3 പേർക്ക് അടുത്ത് സീറ്റ് കിട്ടില്ല. ഞാനും ഇവിടെ ഒരുമിച്ചാണ്. ഇവനൊരു 10 റൂമുകളിലാണ് ഇപ്പോൾ അല്ലേ? ആൾക്കാരുടെ ഇടയ്ക്കാണ്. നമുക്ക് നോക്കാം, കയറിയല്ലോ എന്നാലും. ഓക്കെ, അപ്പം ഞങ്ങൾ ഗ്യാലറിയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഫുഡ് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ കുറേ കിയോസ്കുകളുണ്ട്. ആ കിയോസ്ക് ഉപയോഗിച്ച് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. പിന്നെ അതുപോലെ കൂപ്പൺ ഏതെങ്കിലും ഒരു കൗണ്ടേഴ്സിൽ കൊണ്ട് കാണിച്ചാൽ മതി. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തൊരു വലിയ ഹോട്ട് ഡോഗാണ്. അത് മതിയായിരുന്നു ഞങ്ങൾക്ക് 3 പേർ കൂടി. ഞങ്ങളങ്ങനെ ഗ്യാലറിയിലെത്തി ഇരിപ്പുറപ്പിച്ചു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഫേസ് കണ്ടാലേ മനസ്സിലാവും ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് ഈ മാച്ചിന്. അപ്പോൾ ഈ കാണുന്നത്, ഈ കാറിൽ വരുന്നത് ഇന്നത്തെ മാച്ച് ബോളാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ബാഴ്സലോണയുടെ ഇന്നത്തെ മാച്ചിൽ ബിഗ് പ്ലെയേഴ്സ് ആരുമില്ല. കാരണം നിങ്ങൾക്കറിയാം, സ്പെയിനാണ് ഇത്തവണത്തെ വേൾഡ് കപ്പ് വിന്നേഴ്സ്. അപ്പോൾ അതിലെ ബിഗ് പ്ലെയേഴ്സ് എല്ലാവരും തന്നെ ബാഴ്സലോണയുടെ പ്ലെയേഴ്സ് ആയിരുന്നു. അപ്പോൾ അവരെല്ലാം അവരുടെ ഹോളിഡേയ്സിലാണിപ്പോൾ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതെല്ലാം ബെഞ്ച് പ്ലെയേഴ്സാണ്. അവരവരുടെ ഡഗൗട്ടിലേക്ക് പോകുന്നതാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബർമിംഗ്ഹാം സിറ്റി FCയും ബാഴ്സലോണയും പിച്ചിലേക്ക് മാർച്ച് ചെയ്യുന്ന രംഗം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, അതായത് ഒരു ബാഴ്സ ഫാനെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിരുന്നു. ശരിക്കും ഒരു ഡ്രീം കം ട്രൂ ആണ് ബാഴ്സലോണയുടെ കളി നേരിട്ട് കാണാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ബാഴ്സലോണയിൽ പോയി ഇവരുടെ ഒരു മാച്ച് കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ടിക്കറ്റ് കിട്ടണം. ഇതുപോലെ പ്രീ സീസൺസ് ഒക്കെ ആകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടും, ബാഴ്സലോണ കളി കാണാം. മാച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളിയിൽ നമുക്ക് ബാഴ്സലോണയുടെ പുതിയ സൈനിങ്സിനെയൊക്കെ കാണാൻ പറ്റി. ഇവിടെ ഇപ്പോൾ ഈ ബോളിനായിട്ട് ട്രൈ ചെയ്യുന്നതാണ് ബാഴ്സലോണയുടെ പുതിയ നമ്പർ 9 സ്ട്രൈക്കർ ഹംസ അബ്ദുൽ കരീം. അതുപോലെ നമുക്ക് ഹാൻസി ഫ്ലിക്കിനെ ഇവിടെ കാണാം. ഈ മാച്ചിലെ ബിഗ്ഗസ്റ്റ് സർപ്രൈസ് ആയിരുന്നു ജൂഡ് ബെല്ലിംഗം. അപ്പോൾ ബെല്ലിംഗമിൻ്റെ ചൈൽഡ്ഹുഡ് ക്ലബ്ബാണ് ബർമിംഗ്ഹാം സിറ്റി എന്ന് പറയുന്നത്. പുള്ളി ഇവിടെയാണ് ചെറുപ്പം മുതലേ കളിച്ചു വളർന്നതും ബിഗ് പ്ലെയർ എന്നുള്ള സ്റ്റേറ്റസിലേക്ക് എത്തുന്നതും. ഇത് പുള്ളിയുടെ ഫോർമർ ക്ലബ്ബായതുകൊണ്ട് മാത്രമല്ല, ബെല്ലിംഗം ഇപ്പോൾ കളിക്കുന്ന റയൽ മാഡ്രിഡിൻ്റെ ചിരവൈരികളാണല്ലോ ബാഴ്സലോണ. അപ്പോൾ പുള്ളിയുടെ ഫോർമർ ക്ലബ്ബ് എങ്ങനെ ബാഴ്സലോണയെ നേരിടുന്നു എന്നും കൂടെ കാണാനായിരിക്കാം പുള്ളി വന്നത്. കളി ബാഴ്സലോണയ്ക്ക് പ്രതികൂലമായിട്ടാണ് നടക്കുന്നത്. ബർമിംഗ്ഹാം ആക്ച്വലി നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ബാഴ്സലോണയുടെ ഇതൊരു സെക്കൻഡ് ടീമാണ് കളിക്കുന്നത്. മെയിൻ പ്ലേയേഴ്സ് ആരുമില്ല. പുറത്തിന് ഇപ്പോൾ വേൾഡ് കപ്പ് ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ള കാരണം മെയിൻ പ്ലേയേഴ്സ് എല്ലാം അവർ ടൈം ഓഫിലാണ്. നമുക്ക് നോക്കാം അത് ഗോളാവുന്നത്. യെസ്, കമോൺ 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 പോയി. ഗോൾ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ ബർമിംഗ്ഹാം ഗോൾ അടിച്ചു. ബാഴ്സലോണയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ബാഴ്സലോണ ഒരു ഗോളിൽ ബാക്കിലായി.
കുഴപ്പമില്ല, തിരിച്ചടിക്കും. ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഹാൻസി ഫ്ലിക്കിനെ കാണിക്കുന്നു. പുള്ളി അവിടെ കണ്ടു, ഞങ്ങൾ ബെല്ലിംഗാമിനെ കണ്ടു. ബെല്ലിംഗാമിനെ കണ്ടു. അതായത് ആ എൻഡിൽ ജൂഡ് ബെല്ലിംഗം ഇരിപ്പുണ്ട്. അങ്ങനെ ബാഴ്സലോണ ഒരു ഗോളിൽ ബാക്കിലായി. കുഴപ്പമില്ല, തിരിച്ചടിക്കും. ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഹാൻസി ഫ്ലിക്കിനെ കാണിക്കുന്നു. പുള്ളി അവിടെ കണ്ടു, ഞങ്ങൾ ബെല്ലിംഗാമിനെ കണ്ടു. അതായത് ആ എൻഡിൽ ജൂഡ് ബെല്ലിംഗം ഇരിപ്പുണ്ട്. അപ്പോൾ ഇടയ്ക്ക് സ്ക്രീനിൽ കാണിക്കും. ഞങ്ങൾ സ്ക്രീനിൻ്റെ തൊട്ടടുത്തായിരിക്കുന്നത്. അപ്പോൾ പുള്ളിയെ ഞങ്ങൾ ഫോണിൽ സൂം ചെയ്ത് നോക്കി മാക്സിമം. എന്തായാലും ബാഴ്സലോണ കളി കാണാൻ പറ്റി, അത് തന്നെ വലിയ ഭാഗ്യം. ബർമിംഗം ഭയങ്കര ഫോമിലാണെന്നുള്ളതല്ല, ബാഴ്സലോണയുടെ സീനിയർ ടീമിലെ ഏറ്റവും സ്ട്രെങ്ത് കുറഞ്ഞ ഒരു 11ആണിത്. അങ്ങനെയെല്ലാം ബാഴ്സലോണയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് വീണ് കിട്ടിയ പോലെ ഈ പെനാൽറ്റി വന്നത്. ഇതെടുക്കാൻ പോണത് നമ്മുടെ പുതിയ സൈനിങ് ആയ നമ്മുടെ പുതിയ സ്ട്രൈക്കർ ഹംസ അബ്ദുൽ കരീമാണ്. അപ്പോൾ 1-0 പിന്നിൽ നിൽക്കുന്ന ബാഴ്സലോണയെ തിരിച്ചു കൊണ്ടുവരാൻ ഹംസയ്ക്ക് പറ്റുമോ? അപ്പോൾ ഇത് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഹംസയുടെ ആദ്യത്തെ ഗോളുമായിരിക്കും. ഈ പിന്നിൽ കിടക്കുന്ന ബാഴ്സയെ 1-1 സമനിലയിലേക്ക് കൊണ്ടുവരാനും പറ്റും. ലെറ്റ്സ് സീ. എന്താ അവൻ്റെ പേര്? അങ്ങനെ ബാഴ്സലോണ ഒരു പെനാൽറ്റിയിലൂടെ തിരിച്ചു വന്നിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ബാർസ എന്ന് വിളിക്കാൻ ഒരു പേടിയുണ്ട്. കാരണം അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവരൊക്കെ ഇവിടെ ഞങ്ങൾ ലെസ്റ്റർ ഇവിടെ ഞങ്ങൾ ബർമിംഗം ഫാൻസിൻ്റെ ഇടയിലാണ് ഇരിക്കുന്നത്. ഇവിടെ ബാഴ്സ എന്നൊക്കെ വിളിച്ചു പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഒരു ഓക്വേർഡാണ്. ബാഴ്സ ഫാൻസ് ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട്. ബട്ട് ഇടയ്ക്ക് ബാസ എന്ന് വിളിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഉള്ളിൽ. അതെ, ഞങ്ങൾ എവേ ഫാൻസിൻ്റെ സ്റ്റാൻഡിലല്ല ഞങ്ങളുള്ളത്. ഞങ്ങൾ ഇവിടെ ഈ ബർമിംഗം ഫാൻസിൻ്റെ കൂടെ തന്നെയുള്ളത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഫ്ലഡ് ലൈറ്റ് ഉള്ളൊരു ഫുട്ബോൾ മാച്ച് കാണുന്നത്. ഇത് കണ്ടോ, ഈ സൈഡിലെ അഡ്വർടൈസ്മെൻറ്റ് സ്ക്രീൻസ് ഉണ്ടല്ലോ, അത് കാരണം ഗ്രൗണ്ടൊക്കെ തിളങ്ങി നിൽക്കുന്നത്. ആദ്യമായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്തത് അല്ലേടി? അതെ, കഴിഞ്ഞോട്ട് ഞങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു ഇറ്റലിയുടെ ക്ലബിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നേ. അതപ്പോൾ ഡേ ടൈമിലായതുകൊണ്ട് ഇത്രയും ഒരു എനർജറ്റിക്, ഇതിപ്പോൾ എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആണ്. അതിങ്ങനെ എല്ലാവരും നോർമലായിട്ട് ഇന്ന് കളി കണ്ടിട്ട് പോവാം. ഇത് പക്ഷേ ഭയങ്കര എന്തോ ബാർസലോണ കളിക്കുന്നുണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ നല്ല ബൂയിങ് വരുന്നുണ്ട്, കാരണം ബാർസലോണയുടെ അറ്റാക്ക് ആണ് നടന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ശേഷം എല്ലാവരും വന്ന് ഇരിക്കുന്നതൊക്കെ ഉള്ളൂ. എല്ലാവരും ഒന്ന് സെറ്റിൽ ആയിക്കൊണ്ടിരിക്കും. ഇവര് എല്ലാവരും നോട്ടം ബെല്ലിംഗാം വന്നിട്ടുണ്ടോ, ബെല്ലിംഗാം കോട്ടിട്ടുണ്ടോ, എല്ലാവരും കളിയിടക്ക് ബെല്ലിംഗാം എന്തി അങ്ങനെ നോക്കും. ഞാൻ ഉൾപ്പെടെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇവളുടെ ഫോണാണെങ്കിൽ സാംസങ് ഗാലക്സി S23 അൾട്ര. അത് വെച്ചിട്ട് നന്നായി സൂം ചെയ്യാൻ പറ്റും. 100x സൂം ഉണ്ട്. അതെ, പക്ഷെ 100x എത്തുമ്പോൾ വേറെ ലെൻസ് ആവുമല്ലോ. ഇവളുടെ ആ ലെൻസിനകത്ത് ഫോഗ് കയറിയിരിക്കുക, ഒന്നും കാണത്തില്ല. കാരണം അയാളങ്ങ് ബെല്ലിംഗാമിനെ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ കണ്ടു. അതെ, കാരണം ഈ വട്ടത്തെ ഇംഗ്ലണ്ടിന്റെ കളിയിലെ ബെല്ലിംഗാമിന്റെ പെർഫോമൻസ് ആണ് ഇപ്പൊ എല്ലാവരും ബെല്ലിംഗാമിന് ഷൗട്ട് ഔട്ടൊക്കെ കൊച്ചു പിള്ളേരൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത്. പോലെ ആൾക്കാർ ഫോണിൽ സൂം ചെയ്ത് ബെല്ലിംഗാമിനെ നോക്കുന്നുണ്ട്. അതെ, അടുത്തിരിക്കുന്ന പിള്ളേര് ജിയോ ഷൗട്ട് ഔട്ടൊക്കെ കൊടുത്തോണ്ടിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 വർഷം മുന്നേ ബാർസലോണ ആരാ, മെസ്സി ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഫുട്ബോള് എങ്ങനെയാണ് ഗോൾ അടിക്കുന്നത് പോലും അറിയാത്തൊരു ആളായിരുന്നു ഞാൻ. 2022 ഇവര് ബാർസലോണയ്ക്ക് വേണ്ടി എല്ലാവരും തെറി വിളിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാവരും തെറി വിളിച്ചു. ഓ മൈ ഗുഡ്നസ്. അപ്പോൾ ഒരു 2022 വേൾഡ് കപ്പ് ഞങ്ങൾ ഒരുമിച്ച് കാണാൻ തുടങ്ങിയത്. ആ ഒരു എൻ്റെ ഒരു ഗ്രോത്താണ് ഇപ്പോൾ ഞാൻ ഫുട്ബോൾ ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഇവർ ഡിഫെൻഡ് ചെയ്യുമ്പോൾ, അറ്റാക്ക് ചെയ്യുമ്പോൾ, ഫൗൾ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ ഫൈൻ, ഇതൊക്കെയാണ് ഫുട്ബോൾ. അങ്ങനെ ഒരു ചേഞ്ച് എന്നിലേക്ക് കൊണ്ടുവന്ന ആളാണ് കാർത്തിക്. ഞാൻ കഴിഞ്ഞ വട്ടം ഞാൻ ബാർസലോണയിൽ പോയി, അപ്പോൾ ഇങ്ങനെ മെസ്സിയുടെ ഗോൾഡൻ ബൂട്ട്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അലർജി. ഓക്കെ ഇതാണ് ഗോൾഡൻ ബൂട്ട്സ്. ഇപ്പം ഞാൻ ഈ ലൈവ് ഇവിടെ ഇരുന്ന് കാണുമ്പോൾ എന്താ പറയാ, കാർത്തിക് മെസ്സിയുടെ ഗോൾഡൻ ബൂട്ട് മാത്രമല്ല, നമ്മൾ ബാലൻഡോർ ഉണ്ട്. പിന്നെ കാർത്തിക് ഇങ്ങനെ ഒരു ഡ്രീം മൊമെന്റിൽ ഇങ്ങനെ അവിടെ കൂടെ മെസ്സി വന്ന സ്ഥലം, മെസ്സി തൊട്ട സ്ഥലം, അങ്ങനത്തെ ഒരു മൊമെന്റിലായിരുന്നു. ഇവിടെ ഒരു ബാർസലോണയ്ക്കെതിരെ രോക്ഷ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതെ,
അങ്ങനെ ബാഴ്സലോണ രണ്ടാമത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ്. ബാഴ്സലോണ അങ്ങനെ അടുത്ത ഗോൾ അടിച്ചു ഗൈസ്. 2-1. ഇത് കുറച്ചൊക്കെയുള്ള ഗോള് വരും ഇങ്ങനെയാണെങ്കിൽ. Number 8, Brian Farina. Number 26, Orion Gorin. Number 29, Jordi Pesca. സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ബർമിംഗമിന് ഒരു കോർണർ കിട്ടുന്നത്. ആ സ്പോയിലായി. അങ്ങനെ ബർമിംഗം ഗോൾ അടിച്ചു. 2-2. Scored by your number 14, Sean Sully. ഒരു ഫ്രീ കിക്ക് കൂടെ ബർമിംഗമിന് കിട്ടി. എങ്ങനെ ഇരുന്ന കളി ഇപ്പോൾ 2-2 സമനിലയായി. സൂപ്പർ കളിയാണ്. ജാക്കിന്റെ പെരുമഴയാണ് ഇവിടെ. എന്തായാലും ഇവിടെ ഇരിക്കാൻ പറ്റിയത് അടിപൊളിയായി കേട്ടോ. എല്ലാം അടിപൊളി എനർജിയാണ്, അടിപൊളി അറ്റ്മോസ്ഫിയർ ഈ ഒരു സ്റ്റാൻഡിലിരിക്കുമ്പോൾ. അപ്പോൾ അതേ ഒരു ഞെട്ടിക്കുന്ന അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്. എന്താണത്? പെനാൽറ്റി നോക്കൗട്ട്. യെസ്. ഈ ഫ്രണ്ട്ലീസിൽ ഇപ്പം ടൈ ആയിട്ട് നിൽക്കുന്നത് 2-2. അപ്പോൾ ഷൂട്ട് ഔട്ട് ഉണ്ടെന്നാ പറയുന്നത്. അടിപൊളിയായിരിക്കും. നമുക്ക് എന്തായാലും കാണാം. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം പെനാൽറ്റിയിൽ നിന്നിട്ട് ഇങ്ങനെ ബോൾ ഇങ്ങനെ നമ്മൾ ടെമ്പിളിനെ മോട്ടിട്ട് ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് ഭാഗ്യം വേണം. നമുക്കറിയില്ല ഈ എൻഡിലായിരിക്കുമോ അതോ ആ എൻഡിലായിരിക്കുമോ നടക്കാൻ പോകുന്നത്. എന്തായാലും അതൊരു സൂപ്പർ വാർത്തയായിരുന്നു അല്ലടി. അതെ അതെ അതെ. എൻ്റെ പൊന്ന് ഇപ്പോൾ കിട്ടില്ല ഒരു അറ്റാക്കാണ് ബാഴ്സലോണ വന്നത്. മൂന്ന് ഷോട്ട് 3 ഗോൾ സേവ് ചെയ്തു. അൺലക്കി. കുഴപ്പമില്ല, നമുക്ക് ഷൂട്ട് ഔട്ട് കാണാം. അല്ല എനിക്കിപ്പോൾ അവർ ഗോൾ അടിക്കലുണ്ട്. ഓക്കെ, അങ്ങനെ ഫുൾ ടൈം ആയിരിക്കുന്നു. Birmingham City 2, Barcelona 2. The match winner will be decided by a ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാമെന്ന് അറിയില്ല. എന്തായാലും അപ്പു മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഷൂട്ട് ഔട്ട് കാണാൻ. കൂടിപ്പോയാൽ 10 മിനിറ്റ്. അല്ല, ഷൂട്ട് ഔട്ട് ഇപ്പം തന്നെ തുടങ്ങും. കാര്യങ്ങൾ ഇത് ഈ കളി തീരുന്നവരെ ഒരു 10 മിനിറ്റേ കാണുള്ളൂ. നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 21 ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നേ. ഇപ്പോഴാണെങ്കിൽ ശരിക്കും ടെമ്പറേച്ചർ താഴ്ന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര എനിക്ക് തണുത്തിട്ട് വയ്ക്കുക, ഭയങ്കര കാറ്റൊക്കെ ആയിട്ട്. ഇപ്പം തന്നെ ആൾക്കാർ പോയി തുടങ്ങി. കാരണം ഗെയിം കഴിയുമ്പോഴത്തേക്കിനും അതുപോലെ ക്യൂ ആയിരിക്കും പുറത്ത്. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ വർഷം കണ്ട് മീൻസ് അപ്പോഴാണ് ഫുട്ബോളൊക്കെ ഞാൻ പഠിച്ചു വരുന്നൊരു ടൈമാട്ടോ അത്. അപ്പോൾ ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയും ഇറ്റലിയിലെ ഒരു ക്ലബില്ലേ അതിനെ കണ്ടു. അതിന് പക്ഷെ ആൾക്കാരൊന്നും ഇത്ര എക്സൈറ്റഡ് അല്ല. ചുമ്മാ വരുന്നു, ഓക്കെ എല്ലാവരും വരുന്നു കാണുന്നു. പക്ഷെ ഇത് അത്യാവശ്യം നല്ല രസമുണ്ട്. ബാർസലോണ ആയതുകൊണ്ടാണോ എല്ലാവരും ഇത്ര അറ്റാക്ക് ഇങ്ങനെ ഫൈറ്റ് പോലെ? ബാഴ്സലോണ ആയതുകൊണ്ടായിരിക്കില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കളി കണ്ടത് ന്യൂട്രൽ ഫാൻസിൻ്റെ കൂടെ. ഇതാണെങ്കിൽ ഞങ്ങൾ ബർമിംഗം ഫാൻസിൻ്റെ നടുക്കായിരിക്കുന്നു. അതാ വ്യത്യാസം. അല്ല, നമ്മുടെ ലെഫ്റ്റ് ഇരിക്കുന്നവരും ബാർസ ഫാൻസ് ആണ്. അതെ, അങ്ങനെ വളരെ ഫ്യൂ ഉള്ളൂ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഇറ്റലിക്ക് ഫാൻസ് ഭയങ്കര കുറവായിരുന്നു.
ഇന്ന് പക്ഷെ ബാർസലോണയ്ക്ക് അത്യാവശ്യം ഫാൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാം ഭയങ്കര മിക്സ്ഡ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ബാർസലോണ ഗോൾ അടിച്ചപ്പോൾ ഇവിടെയുള്ള എൻ്റെ അടുത്ത് വിരിക്കുന്നവരൊക്കെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അവയെ തിരിഞ്ഞിരുന്നിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാഴ്സലോണയുടെ രണ്ടാമത്തെ കിക്ക് ബർമിംഗം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. അടിച്ച് പുറത്തു പോയി. അയ്യോ, ഇനി ചാൻസസ് വളരെ കുറവാണ്. ടെൻഷൻ ആവുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല. അയ്യോ, ഇവിടെ അടുക്കി തിരിച്ചടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഫുട്ബോൾ മാച്ച് ഇത്ര എക്സൈറ്റഡ് കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വേൾഡ് കപ്പ് കാണുമ്പോൾ കാർത്തികിന് മാത്രം ഇമോഷൻസ് ചെയ്യാൻ നോക്കി കാർത്തിക് സന്തോഷിക്കുന്നു, കാർത്തിക് വിഷമിക്കുന്നു, അങ്ങനെ നോക്കിയിട്ട് ഞാൻ എക്സ്പ്രഷൻ ഇടാറാണ് പതിവ്. പക്ഷെ ഇതിപ്പോ ഇത്ര ആൾക്കാരെ ഇവിടെ കാണുമ്പോൾ ഭയങ്കര എനിക്കൊരു ഓക്കെ, ഞാൻ ഫുട്ബോൾ ഭയങ്കര എൻജോയ് ചെയ്തോണ്ട് ഇപ്പൊ ശരിക്കും. ഇതൊരു നിലയ്ക്ക് പോകാൻ തോന്നുന്നില്ല. വീണ്ടും ബർമിംഗം സേവ് ചെയ്തു. എന്താണ് ഇവിടെ നടക്കുന്നത്? പക്ഷേ ഈ കളിക്ക് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഓക്കെ ബർമിംഗം വെച്ച് നോക്കുമ്പോൾ ബാർസലോണ അടിപൊളിയായിട്ട് സ്കോർ ചെയ്യും. പക്ഷെ ഇവിടെ ഭയങ്കര ഇഞ്ചോടിഞ്ചൊരു മത്സരം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കത് ഇഷ്ടമായി. കാരണം വെച്ചാൽ ഭയങ്കര ഒരു എന്താ പറയുക, ഫൈറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് കാണാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. വളരെ നിർണായകമായ കിക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് നോക്കാം. അടിക്കോ? ഇതൊരു നിലയ്ക്ക് പോവില്ല ഗായ്സ്. ഇതടിച്ചാൽ ഈ കിക്കിൽ അറിയാം ഈ കളിയുടെ അങ്ങനെ കളി തോൽപ്പിക്കുക. The boys in blue, give it up for Birmingham City. ജൂഡ് ബെല്ലിംഗം അങ്ങനെ ബാഴ്സലോണ തോറ്റിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു ബാഴ്സലോണ മാച്ച് കാണുന്നത്. അത് ഒരു തോൽവിയോട് കൂടിയാണ് തുടങ്ങിയത്. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ ബർമിംഗമായിട്ടല്ലേ. അങ്ങനെ 3-2 ബാഴ്സലോണ തോറ്റിരിക്കുന്നു. ഹലോ എവ്രി വൺ. ഇപ്പോൾ സമയം 11:56. ഞങ്ങൾ ഗെയിം കഴിഞ്ഞ് ഇറങ്ങി ഒരു 30 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു. വണ്ടി പാർക്ക് ചെയ്ത് നിൽക്കുന്നിടത്തേക്ക് നടന്ന് ഞങ്ങൾ വിശന്ന് തളർന്നിപ്പതേ ഇവിടെ ഒരു സർവീസസിൽ കഴിക്കാൻ കയറിയേക്കാം. കളിയെപ്പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്? കളി തുടങ്ങാൻ നേരത്തെ പറഞ്ഞത് 5-0 പോകുന്നാണ്. ഞാൻ ഉദ്ദേശിച്ച പ്ലേയേഴ്സിനെ കളിപ്പിച്ചില്ല. സി ടീം ആയിരുന്നു. അതാണ് നമ്മൾ പ്രീ സീസൺ അല്ലേ, കുഴപ്പമില്ല. നല്ല കളിയായിരുന്നു രണ്ട് ടീമിൻ്റെ. നല്ല അറ്റാക്കിങ്. എനിക്ക് പ്രത്യേകിച്ച് ഫുട്ബോളിനെ പറ്റി ഒന്നും അറിയാത്തതുകൊണ്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുക, ഭയങ്കര ത്രില്ലെത്തുക, പെനാൽറ്റി, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അത് എനിക്ക് നല്ല രസമുണ്ടായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ബാർസലോണ പറ്റിയ സങ്കടമുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് വീട്ടിലേക്ക് ഏകദേശം 1.5 മണിക്കൂറും കൂടെ ഉള്ളൂ. വീട്ടിലെത്തുമ്പോൾ എങ്ങനെ പോയാലും 12:30-1 മണി എന്തായാലും. സോറി 1:30-2 മണിയാവും. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാമല്ലേ? അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.